നമസ്കാരം. രണ്ടാം വട്ടവും അമേരിക്കൻ പ്രസിഡന്റായി ചാർജ് എടുത്ത ഉടൻ തന്നെ ഡൊണാൾഡ് ട്രംപ് ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ നടത്തുകയുണ്ടായി. ഈ പ്രഖ്യാപനങ്ങളിൽ പലതും മറ്റ് രാജ്യങ്ങൾക്ക് വലിയ തോതിൽ ഭീഷണി ഉണ്ടാക്കുന്നതാണ് എന്നുള്ള മുറവിളികൾ അപ്പോൾ തന്നെ ഉയർന്നിരുന്നു. അതിലേറ്റവും പ്രധാനം അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയ ആളുകളെ അവിടെ നിന്നും ഒഴിപ്പിക്കുക എന്നുള്ളതായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അങ്ങനെയുള്ള ആളുകളെ അവിടെ നിന്നും ഒഴിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയുണ്ടായി. അതിന് പ്രകാരം ഇപ്പോൾ തന്നെ ഇന്ത്യ അടക്കമുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ ആളുകളെ ഒഴിപ്പിക്കുന്ന പ്രക്രിയകൾ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ രണ്ടാം ഘട്ടം ഇന്ത്യയിലേക്ക് ആണെങ്കിൽ രണ്ടാം ഘട്ട ആളുകൾ എത്തിക്കഴിഞ്ഞു. അത് വലിയ ക്രൂരമായാണ് അത്തരം ആളുകളെ അവിടെ നിന്നും കുടിയൊഴിപ്പിക്കുന്നത്, അവിടെ നിന്നും പറഞ്ഞുവിടുന്നത് എന്നുള്ള പേരിൽ വലിയ തോതിൽ പ്രതിഷേധങ്ങളൊക്കെ പല നാടുകളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. കൈകാലുകൾ ചങ്ങലയിൽ ബന്ധിച്ച് മുഖം മറച്ച് ഒക്കെ വലിയ തോതിലുള്ള ക്രൂരമായ പീഡനമുറകളിലൂടെയാണ് അവിടെ നിന്നും നാട് കടത്തുന്നത് എന്നുള്ള രീതിയിൽ പ്രതിഷേധങ്ങളൊക്കെ എങ്ങും ഉയരുകയാണ്. അക്കൂടെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യം, വിദേശ ഫണ്ടുകൾ 3 മാസത്തേക്ക് നിർത്തിലാക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ഉടൻ തന്നെ നടത്തുകയുണ്ടായി. അതായത് 90 ദിവസത്തേക്ക് അമേരിക്കയിൽ നിന്നും വിദേശ സഹായമൊന്നും നൽകില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തുകയുണ്ടായി. മറ്റു പല രാജ്യങ്ങളുടെയും നിലനിൽപ്പിന് തന്നെ അമേരിക്കൻ ഇതിൽ നിന്നുള്ള ഫണ്ടിനെ ആശ്രയിച്ചാണ്. പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം മറ്റു പല രാജ്യങ്ങൾക്കും സഹായമാകേണ്ട ഫണ്ടുകൾ നൽകുന്നത് അമേരിക്ക തന്നെയാണ്. ഇത്തരത്തിൽ ഒരു സമീപനം എടുക്കുക വഴി ലക്ഷക്കണക്കിന് ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത് എന്ന് ഐക്യരാഷ്ട്ര സംഘടന തന്നെ പറയുകയുണ്ടായി. അതായത് യു എൻ പറയുന്ന ഏറ്റവും അധികം ധനസഹായം നൽകുന്ന രാജ്യം അമേരിക്കയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുത്താൽ, അത് പ്രത്യേകിച്ചും എയ്ഡ്സ് രോഗികൾക്ക് സാന്ത്വനമേകുന്ന ഒരുപാട് പദ്ധതികൾ അമേരിക്ക നേരത്തെ നടത്തുകയുണ്ടായി. അതിനുവേണ്ടി ഫണ്ട് നൽകുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദക്ഷിണ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വലിയ തോതിൽ സാമ്പത്തിക സ്രോതസ് ആയി മാറുന്ന ഒരു രാജ്യമായിരുന്നു അമേരിക്ക. എന്നാൽ ഇത്തരത്തിലുള്ള കടുത്ത നിലപാട് ഡൊണാൾഡ് ട്രംപ് എടുക്കുക വഴി വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ഭീഷണിയൊക്കെയാണ് ആരോഗ്യ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് സഹായകമാകേണ്ട പദ്ധതി ഇത്തരം ഫണ്ട് കൊണ്ട് വൈകുകയും അത് മരണത്തിലേക്ക് അവരെ തള്ളിവിടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് UN പറയുന്നത്. അതായത് ഐക്യരാഷ്ട്രസഭ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി ശക്തമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഫണ്ട് നിർത്തലാക്കുന്നു എന്നുള്ള തീരുമാനം ട്രംപ് പുനഃപരിശോധിക്കണം എന്നാണ് ഐക്യരാഷ്ട്രസഭ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇതുമാത്രവുമല്ല, ക്യാൻസർ രോഗികൾക്ക്, മറ്റു പല രോഗികൾക്കും വലിയ തോതിലുള്ള സാമ്പത്തിക ഒരു സ്രോതസ്സായി വർത്തിച്ചിരുന്ന രാജ്യമായിരുന്നു അമേരിക്ക. അവർ ഇത്തരം കടുത്ത നിലപാടുകളിലേക്ക് വരുന്നതോടുകൂടി വലിയ തോതിൽ ആരോഗ്യരംഗത്ത് ഒരു ഭീഷണിയായി മാറും. ഒരുപാട് ആളുകളുടെ മരണത്തിന് ഇത് കാരണമാക്കുമെന്ന് ഐക്യരാഷ്ട്ര സംഘടന തന്നെ പറഞ്ഞ അവസരത്തിൽ ട്രംപിനെതിരെ ശക്തമായ പ്രതികരണവുമായി മറ്റ് രാജ്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ഒരു പുനഃപരിശോധിക്കേണ്ട കാര്യമാണ് എന്നുകൂടി ഐക്യരാഷ്ട്രസഭ പറഞ്ഞു വയ്ക്കുന്നുമുണ്ട്.